നോമ്പിന് മുമ്പ് കഴിക്കാൻ ആഗ്രഹിച്ചിരുന്ന സംഭവമായിരുന്നു കേട്ടോ ഈ ഒരു ചക്ക. നോമ്പായി കഴിഞ്ഞാൽ പിന്നെ ചക്കയും കപ്പയൊന്നും വലിയ താല്പര്യം ഉണ്ടാവില്ല കേട്ടോ. എന്നാലും നോമ്പ് തുറന്ന് തറാവീഹ് കഴിയുമ്പോൾ ചക്ക കിട്ടിയാൽ കഴിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ കുറച്ച് ദിവസം ഇങ്ങനെ പെൻഡിങ് ആക്കി വെച്ചേക്കായിരുന്നു ഈ ഒരു ചക്ക മുറിക്കാനായിട്ട്. ഫൈനലി നമ്മുടെ ചക്ക മുറിച്ചേക്കാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നല്ല അടിപൊളി ചക്ക എന്ന് പറഞ്ഞാൽ നല്ല മധുരമുള്ളൊരു ചക്കയാണ്. എന്ന് വെച്ചാൽ നമുക്ക് മട്ടിക്കുന്ന ആ ഒരു മധുരമൊന്നുമില്ല കേട്ടോ. നല്ല പാകത്തിനുള്ള മധുരം, നല്ലൊരു ക്രിസ്പിനെസ് ഒക്കെ ഉണ്ട് കേട്ടോ. കറുമുറുന്ന് തിന്നാൻ പറ്റും. എനിക്ക് അതാണ് ഇഷ്ടം. സത്യം പറഞ്ഞാൽ ഇവിടെ ഒരു ചക്ക കിട്ടുകയാണെങ്കിൽ പുളി വെച്ച് തുടങ്ങില്ലേ, ആ ഒരു പാകം തൊട്ട് ഞങ്ങൾ കുറച്ച് മുറിച്ച് കഴിക്കും. അല്ലാതെ ഒറ്റയടിക്ക് മുറിച്ച് അങ്ങനെയല്ല കേട്ടോ. പിന്നെ ഈ ഒരു ചക്ക എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസി അത് മറക്കാൻ പറ്റില്ല. അതായത് വേറൊന്നും കഴിക്കാൻ പറ്റില്ല. ചക്ക കഴിക്കുമ്പോഴും വലിയ ടേസ്റ്റൊന്നും തോന്നാറില്ല. എന്നാലും നാവിൻ്റെ തുമ്പിൽ വയ്ക്കുമ്പോൾ ചെറിയൊരു ടേസ്റ്റ് തോന്നും. ഉള്ളിലേക്ക് പോകുമ്പോൾ കയ്പ്പ് തന്നെയാണ്. എന്നാലും എനിക്ക് ആ ഒരു സംഭവമായിട്ട് ഓർമ്മ വന്നത്. ഞാൻ പച്ചച്ചക്ക, മൂക്കാത്തത് എല്ലാം കഴിച്ചിട്ടുണ്ട്. അതായത് ചക്ക മാത്രം കഴിച്ച് ജീവൻ നിലനിർത്തിയ ഒരാളായിരുന്നു ഞാൻ ആ ഒരു ടൈമിൽ. പിന്നെ എൻ്റെ ഉള്ളിൽ ചെന്നുകൊണ്ടിരുന്നത് ട്രിപ്പ് ഇടലായിരുന്നു കേട്ടോ. ട്രിപ്പ് ഇടും. പിന്നെ കുഞ്ഞിനെന്താണെങ്കിലും കാൽസ്യം സംഭവങ്ങളൊക്കെ കഴിക്കണമല്ലോ. പിന്നെ ഇത്ര ഗ്ലാസ് വെള്ളം എന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ എണ്ണി വയ്ക്കും. കഴിച്ചാലും കുടിച്ചാലും ഒക്കെ വോമിറ്റ് ചെയ്ത് പോവുമെങ്കിലും കുഞ്ഞിന് വേണ്ടിയിട്ടത് ചെയ്യും. ആ കുഞ്ഞാണ് ആ ഒരു സിങ്കിൽ ഇറങ്ങിയിരുന്നിട്ട് ചക്ക തിന്നണത്. മാഷാ അല്ലാ. അതുകൊണ്ടാണെന്നറിയില്ല എൻ്റെ മക്കൾക്കും ചക്ക എന്ന് പറയുന്നത് ഭയങ്കര ജീവനാട്ടോ. ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ പോലെ തന്നെ ഹസ്ബൻഡിന് അത്ര വലിയ ഇഷ്ടമൊന്നുമല്ല. പക്ഷെ ഞങ്ങളിങ്ങനെ കറുമുറ തിന്നണ കാണുമ്പോൾ ആളും വന്ന് കഴിക്കാറുണ്ട്. ഈ ഒരു ചക്കയുടെ ചെറിയ പോർഷൻ കേടായിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. ബാക്കിയെല്ലാം നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ഇതിൽ നിന്ന് കുറച്ച് ഭാഗം ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോകാനും എടുത്തു വെച്ചിട്ടോ. കാരണം അത്രയ്ക്ക് ടേസ്റ്റുള്ളൊരു ചക്കയായിരുന്നു. വീട്ടിലും കിട്ടിയിരുന്നു ചക്ക, പക്ഷേ വലിയ ടേസ്റ്റ് ഇല്ലയെന്ന് പറഞ്ഞത്. അവസാനം തിന്ന് ഏകദേശം തീരാറായപ്പോഴാണ് ഞാൻ പ്ലേറ്റിൽ വെച്ചിട്ടൊരു വീഡിയോ എടുത്തത്. പിന്നെ ചക്കയുടെ മടലും കുരുവൊക്കെ വേർതിരിച്ച് വെച്ചിട്ടുണ്ട്. കുരു നമ്മൾ കളയില്ല കേട്ടോ, തോരൻ വയ്ക്കാനൊക്കെ എടുക്കും. ഇത് വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ളതാണേ.